Good morning, dear students. Next topic is profit center. Profit center എന്ന് പറഞ്ഞാൽ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മോണിറ്ററി മെഷർ ഓഫ് ഔട്ട്പുട്ട്. സോ എക്സ്പെൻസ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് എ മോണിറ്ററി മെഷർ ഓഫ് ഇൻപുട്ട് ആണ്. സോ ദ പ്രോഫിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റവന്യൂ ആൻഡ് ദി എക്സ്പെൻസ്. സോ വാട്ട് ഈസ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഇൻ വിച്ച് ഇൻപുട്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഔട്ട്പുട്ട്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് റവന്യൂ. അതായത് ഈ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ്. ഇവിടെ ഇൻപുട്സ് മെഷർ ചെയ്യുന്നത് കൺസിഡേർഡ് ആസ് എ എക്സ്പെൻസസ് എന്നും ഔട്ട്പുട്ട്സ് മെഷർ ചെയ്യുന്നത് റവന്യൂ ആണ്. ഈ എക്സ്പെൻസസും റവന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്യുന്ന സെൻറ്ററിനെ പറയുന്ന പേരാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ വിച്ച് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷനാണ്. ഇതിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഇൻ വിച്ച് ഇൻപുട്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഔട്ട്പുട്ട്സ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് റവന്യൂ. ദാറ്റ് ഈസ് profit is the difference between revenue and the expense. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് സെൻറ്റർ ആൻഡ് പ്രോഫിറ്റ് സെൻറ്റർ. കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്ററും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഹാസ് ടു ബി ക്രിയേറ്റഡ് ടു അസർടെയിൻ കോസ്റ്റ് ആൻഡ് കൺട്രോൾ കോസ്റ്റ് ആണ്. കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ക്രിയേറ്റ്, അതായത് മെയിനായിട്ടും കോസ്റ്റ് സെൻറ്ററിൻ്റെ എയിം എന്ന് പറയുന്നത് കോസ്റ്റ് അസർടെയിൻ ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രോഫിറ്റ് സെൻറ്ററിൻ്റെ എയിം എന്ന് പറയുന്നത് ദീസ് ആർ ക്രിയേറ്റഡ് ടു ഡെലിഗേറ്റ് അതോറിറ്റി ആൻഡ് ഫിക്സ് റെസ്പോൺസിബിലിറ്റി ടു ഇൻഡിവിജ്വൽ ടു മെഷർ പെർഫോമൻസ്. പ്രോഫിറ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുകയും റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുകയും ആർക്ക്? ഇൻഡിവിജ്വൽസിന്. എന്തിനു വേണ്ടിയിട്ട്? ടു മെഷർ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ കോസ്റ്റ് സെൻറ്റേഴ്സ് ആർ ലാർജ് ഇൻ നമ്പേഴ്സ്. കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ലാർജ് ഇൻ നമ്പേഴ്സാണ്. അതായത് ഒന്നിൽ കൂടുതൽ കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോഫിറ്റ് സെൻറ്റർ ദീസ് ആർ ലെസ് ഇൻ നമ്പേഴ്സ്. ദെൻ കോസ്റ്റ് സെൻറ്റർ കവർ ഓൺലി കോസ്റ്റ് സെൻറ്ററിൽ എന്ത് മാത്രമാണ്? കോസ്റ്റ് അസർടെയിൻമെൻറ്റ് ആൻഡ് ദി കൺട്രോൾ കോസ്റ്റ് മാത്രമാണ് എന്തിലുള്ളത്? കോസ്റ്റ് സെൻറ്ററിലുള്ളതെങ്കിൽ ഇൻ ദ കേസ് ഓഫ് പ്രോഫിറ്റ് സെൻറ്റർ ഇറ്റ് കവർ ബോത്ത് കോസ്റ്റ് ആസ് വെൽ ആസ് റവന്യൂ. കോസ്റ്റും അതുപോലെ തന്നെ റവന്യൂവും എന്തിലുണ്ട്? പ്രോഫിറ്റ് സെൻറ്ററിലുണ്ട്. ദെൻ കോസ്റ്റ് സെൻറ്റേഴ്സ് ഡു നോട്ട് ഹാവ് എ ടാർഗറ്റ് കോസ്റ്റ്. കോസ്റ്റ് സെൻറ്ററിൽ എന്തുണ്ടാവില്ല? ടാർഗറ്റ് കോസ്റ്റ് ഉണ്ടാവില്ല. അതായത് ആക്ച്വൽ കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. എങ്കിൽ പ്രോഫിറ്റ് സെൻറ്റർ ഹാവ് എ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യും. എന്തിൽ? പ്രോഫിറ്റ് സെൻറ്ററിൽ. ദെൻ ദീസ് ആർ നോട്ട് ഓട്ടോണമസ്. അതായത് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ നോട്ട് ഓട്ടോണമസ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോഫിറ്റ് സെൻറ്റേഴ്സ് ആർ ദി ഓട്ടോണമസ്. So these are the difference between cost center and profit center. Cost center എന്ന് പറഞ്ഞാൽ these are created to ascertain cost and control cost, but profit center is created to delegate authority and fix responsibility to individual to measure performance. Cost centers are large in numbers, profit centers are less in numbers. Cost centers cover only cost, but in the case of profit it cover both cost as well as revenue. Then cost centers it does not have a target cost. Profit centers it has a profit target. Then cost centers are not autonomous, but in the case of profit center is a autonomous. Investment center. It is a responsibility center in which the manager held responsible for the proper utilization of the assets.
That is, it is a responsibility center in which the manager is responsible for revenue, cost and investment. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ആണ്. അതായത് ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഇൻ വിച്ച് ദ മാനേജർ ഈസ് ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദി അസറ്റ്സ്, വിച്ച് ഈസ് ടു ബി കൺസിഡേർഡ് ആസ് എ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. അതായത് മാനേജർ റവന്യൂ, കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈസ് റെസ്പോൺസിബിൾ ഫോർ റവന്യൂ, കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിൽ മൂന്നും കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. റവന്യൂ ഉണ്ടായിരിക്കും, കോസ്റ്റ് ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ദി എക്സ്റ്റെൻഷൻ ഓഫ് ദി പ്രോഫിറ്റ് സെൻറ്റർ. എന്താണ് ഇവിടെ ഇത് കൺസിഡർ ചെയ്യുന്നത്? ഇറ്റ് കൺസിഡർ നോട്ട് ഓൺലി കോസ്റ്റ് ആൻഡ് റവന്യൂ ബട്ട് ആൾസോ അസറ്റ് യൂസ്ഡ് ഇൻ ദ സെൻറ്റർ. ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഇൻ വിച്ച് ദ മാനേജർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദി പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ദി അസറ്റ്സ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഉണ്ടായിരിക്കും, റവന്യൂ ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. ഇത് മൂന്നും കൂടെ മാനേജർക്ക് റെസ്പോൺസിബിൾ ആകുന്ന ഒരു സെൻറ്ററാണ് എന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഇൻ വിച്ച് എ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റവന്യൂ, കോസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ് പ്രോഫിറ്റ് സെൻറ്റർ? വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് സെൻറ്റർ ആൻഡ് പ്രോഫിറ്റ് സെൻറ്റർ ആൻഡ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ?